ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി പഞ്ചലോഹ വിഗ്രഹവും കടത്തി. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശി രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയിലാണ് ഞെട്ടിപ്പിക്കുന്ന പരാമർശങ്ങൾ. അതേസമയം പോറ്റി സ്പോൺസർ ചമഞ്ഞത് മറ്റുള്ളവരുടെ പണത്തിലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. രമേശ് ചെന്നിത്തല SITക്ക് നൽകിയ മൊഴിയിൽ പരാമർശിച്ച വ്യവസായി നൽകിയ മൊഴിയിലാണ് ഗുരുതര പരാമർശങ്ങളുള്ളത്. പ്രധാനമായും പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കടത്തി എന്നതാണ് മൊഴി. ചെന്നൈയിലെ ഡി മണി എന്ന വ്യാപാരിയും സംഘവുമാണ് തട്ടിപ്പിനായി തിരുവനന്തപുരത്ത് എത്തിയത് എന്നാണ് മൊഴി. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ് പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ദുബായ് കേന്ദ്രീകരിച്ചാണ് മണിയുടെ സാമ്പത്തിക ഇടപാടുകളെന്നും ഡിണ്ടിഗലിൽ നിന്നാണ് പണം കേരളത്തിലെത്തിയതെന്നും വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചമഞ്ഞത് മറ്റുള്ളവർ നൽകിയ പണത്തിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൻ മാത്രം പോറ്റിക്ക് നൽകിയത് 1.5 കോടി രൂപയാണ്. ചെന്നൈ, ആന്ധ്ര എന്നിവിടങ്ങളിലെ മറ്റു വ്യവസായികളും ദേവസ്വം ബോർഡിന് പണം നൽകിയത് പോറ്റി വഴിയാണ്. ഇതിൽ നിന്നും കിട്ടിയ പണം പോറ്റി വകമാറ്റി. കമ്മീഷൻ പൈസ പലിശയ്ക്ക് നൽകിയും പോറ്റി പണം സമ്പാദിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.